ഹായ് കൂട്ടുകാരെ, SSLC എക്സാമിനേഷന്റെ ഡേറ്റ് ഒക്കെ ഇങ്ങ് വന്നു. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ആ ഒരു ഡേറ്റിലേക്കുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ? അതോ കുറെ ആൾക്കാർ ഇപ്പോഴും മടി പിടിച്ചിരിക്കുന്നവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? അപ്പൊ മടിയൊന്നും പിടിച്ചിരിക്കാതെ നല്ലോണം മാർക്ക് വാങ്ങണം നമുക്ക് SSLCക്ക് അല്ലേ. ഫുൾ എ പ്ലസ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ലക്ഷ്യമായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് കഷ്ടപ്പെടണം. നമ്മളെ ജീവിതത്തിൽ തന്നെയുള്ള ആദ്യത്തെ ഒരു പബ്ലിക് എക്സാം ആണ് ഈ SSLC എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ SSLC മാർക്ക് ഡിപ്പെൻഡ് ചെയ്യും നിങ്ങൾ ഏത് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. SSLC കെമിസ്ട്രിയിലുള്ള പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ടാണ് മിസ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നേക്കുന്നത്. മിസ്സിൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പീരിയോഡിക് ടേബിളിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് വരുന്നത് അല്ലേ. ആ ചാപ്റ്റർ നല്ലോണം അറിയുന്നവർക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പീരിയോഡിക് ടേബിൾ. നോക്കിക്കേ, പീരിയോഡിക് ടേബിൾ, ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ ആരാണ് കൊണ്ടുവന്നേക്കുന്നത്? ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിൽ അദ്ദേഹം അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എന്തിൻ്റെയാണ്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ബേസിൽ, മറക്കരുത്, ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, ഇങ്ങനെ അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് മിസ് പറഞ്ഞു. ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എന്താ? ഫസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അറ്റോമിക് നമ്പർ 1 ആണ് ഈ ഹൈഡ്രജന്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണുള്ളത്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണുമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിന് ഉള്ളത്. ഓക്കെ, ഈ ഒരു നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സ് ആണുള്ളത്. 118 എലമെന്റ്സ് ആണ് നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഹെൻറി മോസ്ലി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ടത് 118 എലമെന്റ് ആണ് ടോട്ടൽ ഉള്ളത് എന്ന് കാര്യം ഓർക്കുക. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞു അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് അല്ലെ. നമ്മളെല്ലാം ഹെൻറി മോസ്ലി ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് അറ്റോമിക് നമ്പർ 1 ആണ് അല്ലെ. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഹീലിയം ആണ് രണ്ടാമത്തെ എലമെന്റ്. അപ്പൊ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ലിഥിയം ആണ് 3, ബെറിലിയം ആണ് 4, അങ്ങനെ ഇങ്ങനെയാണ് അത് പോകുന്നത്. അപ്പൊ ഓർക്ക് അറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ് എലമെന്റ്സ് ഇങ്ങനെയൊന്ന് അവർ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പും എത്ര പീരീഡും ഉണ്ടെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് കുറെ ആൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കതൊന്ന് നോക്കാം. നോക്കിക്കേ, ഈ ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്നതാണ് ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്നതാണ് ഫസ്റ്റ് പീരീഡ്. നമ്മൾ പീരീഡ് ഇങ്ങനെയാട്ടോ പറയുന്നത്. അപ്പൊ ഹൈഡ്രജനും ഹീലിയവും ആണ് ഫസ്റ്റ് പീരീഡിൽ വരുന്നത്. ലിഥിയം, ബെർലിയം തുടങ്ങിയിട്ടുള്ളതാണ് എന്ത്? സെക്കൻഡ് പീരീഡിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ് നോക്കിയ സോഡിയം തുടങ്ങും. 4ാമത്തതിൽ പൊട്ടാസ്യം തുടങ്ങും. അങ്ങനെ റുബീഡിയാണ് 5ാമത്തതിൽ വരുന്നത്. അങ്ങനെ സീഷ്യം 6 വരും. പിന്നെ ഫ്രാൻസിയം തുടങ്ങി 7 വരും. ഇതാണ് 7 പീരീഡ് എന്ന് പറയുന്നത്. 7 പീരീഡാണ് നമ്മളുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യരുത്. ഇതിന്റെ കാര്യം മിസ് പറയാം. ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു പീരിയോഡിക് ടേബിളിന് ജസ്റ്റ് ഒന്ന് താഴോട്ടാണ് ഇത് 2 കൊടുത്തേക്കുന്നത്. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെന്റ്സ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ 6ാമത്തെ പീരീഡ് എടുക്കുന്ന സമയത്ത് ഇവിടെ 57ാമത്തെ എലമെന്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 72 ആണ് വരുന്നത് അല്ലെ. 57 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 72ലേക്കാണ് നേരെ അങ്ങോട്ട് ചാടിയത്. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് എലമെന്റ്സ് മിസ്സിംഗ് ആണല്ലോ അല്ലെ. ആ എലമെന്റ്സിനെയാണ് ഇതാ ഇവിടെ ചേർത്തേച്ചിരിക്കുന്നത്. കണ്ടോ, 57 മുതൽ 71 വരെയുള്ള എലമെന്റ്സ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തേക്കാണ്. അത് ശരിക്കും
ഈ ഒരു ആറാമത്തെ പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ആറാമത്തെ പീരീഡിൽ തന്നെയാണ് വരുന്നത്. അതിനെ നമ്മളിവിടെ സെപ്പറേറ്റ് കൊടുത്തു എന്ന് മാത്രം ഓർക്കണം കേട്ടോ. ഇവിടെ 57 കഴിഞ്ഞ് 72ലേക്ക് ചാടിയത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓർക്കുക, 57 മുതൽ 71 വരെ ഇവിടെ സെപ്പറേറ്റ് തന്നെ അവർ കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ 7ാമത്തെ പീരീഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 89ാമത്തെ ആ എലമെന്റ് കഴിഞ്ഞതിന് ശേഷം 104 വന്നിരിക്കുന്നത്. 89 കഴിഞ്ഞിട്ട് 104ലേക്കാണ് ചാടിയിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഇടയിൽ കുറച്ച് എലമെന്റ്സ് മിസ്സിംഗ് അല്ലേ, അതിവിടെ പോയിട്ടുണ്ടാവും. ഇതാ ഇവിടെ അടുത്ത് ഇതിൻ്റെ തന്നെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കിക്കേ, 89 മുതൽ 103 വരെയുള്ള എലമെന്റ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. 7ാമത്തെ പീരീഡിലാണ് അത് വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇത് സെപ്പറേറ്റ് കൊടുക്കാൻ കാരണം ഇതിന് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്നാണ് പറയുന്നത്. എഫ് ബ്ലോക്കുകളെ കുറിച്ചൊക്കെ മിസ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം ഇപ്പൊ ഓർക്കുക, ഇതൊരു എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ സെപ്പറേറ്റ് കൊടുത്തു. ഇത് ശരിക്കും 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അതായത് പീരീഡ് ആണ് ഇപ്പം മിസ് പറഞ്ഞേക്കുന്നത്. 7 പീരീഡ് ഉണ്ട് എന്നാണ് അല്ലേ. 7 പീരീഡ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത് അല്ലേ. 7 പീരീഡ് ആണെന്ന് മിസ് പറഞ്ഞു. ഇനി എത്ര ഗ്രൂപ്പ് ഉണ്ട് നോക്കാം. നോക്കിക്കേ, നമ്മൾ പീരീഡ് ഇങ്ങനെയാ പറഞ്ഞതെങ്കിൽ ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെയാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം എന്ന് തുടങ്ങുന്ന ഒരു ഗ്രൂപ്പാണിത്. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. അപ്പോൾ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തുക മിസ് ഇതിന്റെ പാർട്ടായിട്ട് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ബെർലിയം തുടങ്ങി വരുന്നതൊക്കെ ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. പിന്നെ സ്കാൻഡിയം തുടങ്ങി വരുന്നത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ പോയി ഇവിടെ 18 എന്തുണ്ട്? ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഓർക്കുക, 18 ഗ്രൂപ്പും 7 പീരീഡും ആണ് നമുക്ക് പീരിയോഡിക് ടേബിളിലുള്ളത്. അത് കറക്റ്റ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 18ാമത്തെ പീരീഡിലുള്ള എലമെന്റ്സ് ഒക്കെ അറിയപ്പെടുന്നത് നോബിൾ ഗ്യാസസ് എന്നാണ്. അപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വഴിയെ തന്നെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പം ഈ കാര്യം മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പീരീഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടെത്തുന്നത് നോക്കാം. കുറച്ച് എലമെന്റ്സിന്റെ പീരീഡ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഗ്രൂപ്പ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് മിസ് ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു, ഈ സോഡിയം എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ നോക്കുന്ന സമയത്ത് തന്നെ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. കാരണം നോക്കിക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നോക്കുമ്പോൾ 1 2 3 തേർഡ് പീരീഡ് ആണ് വരുന്നതെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ നമുക്ക് ഇപ്പൊ ഏതെങ്കിലുമൊക്കെ എലമെന്റ്സ് തന്നിട്ട് അതിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പീരിയോഡിക് ടേബിളിൽ നോക്കിയിട്ടങ്ങ് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളത് സെപ്പറേറ്റ് കാണാനായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് സോഡിയത്തിന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും എങ്ങനെയാ കണ്ടെത്തുന്നത് നോക്കാം. അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും തേർഡ് പീരീഡ് ആണ്, അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്. പക്ഷെ നമുക്കത് എല്ലാ എലമെന്റ്സും അങ്ങനെ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, സോഡിയം എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരുന്നത്? സോഡിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ 2 8 1 അല്ലേ. ഫസ്റ്റ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അതിന്റെ ബോർ ആറ്റം മോഡൽ ഒന്ന് ജസ്റ്റ് വരച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുക. വരയ്ക്കാൻ അറിയാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഷെല്ലില് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണല്ലേ. അപ്പൊ എന്നെ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണല്ലോ. എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലേ.
8 ഇലക്ട്രോൺ. ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണല്ലോ, എം ഷെല്ലിൽ 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ബോർ ആറ്റം മോഡൽ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ എങ്ങനെ നമ്മൾ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടെത്തും എന്ന് നോക്കാം. ഇവിടെ നോക്കി എത്ര ഷെല്ലുണ്ട്? 1 2 3. അപ്പോൾ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3rd ആയിരിക്കും. നമ്മൾ നേരത്തെ പീരിയോഡിക് ടേബിളിൽ നോക്കിയ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 3rd പീരീഡ് ആണെന്നാണ് അല്ലേ, 3rd പീരീഡ് ആണ്. ഇനി ഇതിന്റെ ഗ്രൂപ്പ് ലാസ്റ്റ് ഇലക്ട്രോൺ 1 ആണല്ലോ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ എല്ലാ കേസിലും നമ്മൾ ഇങ്ങനെയല്ല കണ്ടെത്തുന്നത്. അപ്പൊ മിസ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതുപോലത്തെ എലമെന്റ്സിന്റെ ഇനി അങ്ങോട്ട് വരുന്നതിൽ കുറച്ച് എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പഠിക്കാൻ വഴിയേ. അപ്പം ഇത്രയാണ് മിസ് ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. പീരിയോഡിക് ടേബിളിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ആ ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുമ്പം ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നിങ്ങൾ ഇത്രയെങ്കിലും പീരിയോഡിക് ടേബിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ആര് കണ്ടെത്തി, എത്ര എലമെന്റ്സ് ഉണ്ട്, ഗ്രൂപ്പ് എത്രയുണ്ട്, പീരീഡ് എത്രയുണ്ട്, എങ്ങനെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും കണ്ടെത്താം, ബോർ ആറ്റം മോഡൽ എങ്ങനെ വരയ്ക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് മിസ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി SSLCയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ലക്ഷ്യ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടെ മാത്രമേ നമ്മളുടെ എക്സാമിനേക്കുള്ളൂ അല്ലേ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറെ ഹെൽപ്പ് അത്യാവശ്യമാണ്. സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒത്തിരി കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് എല്ലാവർക്കും കൂടിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് ഡൗട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചമ്മലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഇവിടുത്തെ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ഡൗട്ടും തന്നെ ചോദിക്കാം. നല്ല രീതിയിൽ തന്നെ അവർ ആൻസർ ചെയ്യും, നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പം നമ്മളുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്